നമസ്കാരം ഉണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ഒന്നിൻ്റെ സംഗതി നമ്മുടെ ഹൈജീൻ എന്ന് പറയുന്നത്, നമ്മുടെ പേഴ്സണലായിട്ട് നമുക്കുണ്ടാകുന്ന വൃത്തി എന്ന് പറയുന്നത്, ഇത് പല ജീവിതങ്ങളെയും വളരെയധികം ഇമോഷൻസിനെയും ഒരു റൊമാൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീടിനകത്തുള്ള നമ്മുടെ ബെഡ്റൂം നമ്മൾ കിടന്നിറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ കാല് കഴുകാതെ വൃത്തിഹീനമായിക്കൊണ്ട് കാലിൽ പൊടിയും ചെളിയൊക്കെ ആയിട്ട്, എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, ചില ആളുകളൊക്കെ അങ്ങനെ കിടന്നുറങ്ങാറുണ്ട്. നമ്മളെന്താ വിചാരിക്കുന്നത്, എൻ്റെ ഭാര്യയല്ല, അവളത് സഹിക്കും, കുഴപ്പമില്ല, എന്നെല്ലാം അറിയുന്നവളല്ല അവള്, അല്ലെങ്കിൽ ഭാര്യ വിചാരിക്കുന്നത് എൻ്റെ ഭർത്താവല്ലേ, എന്നെ അറിയുന്നവനാണല്ലോ അദ്ദേഹം, അതുകൊണ്ട് എല്ലാത്തിനൊക്കെ സഹിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ റൊമാൻസിനെയും നമ്മുടെ ഇമോഷൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് എത്ര പേർക്ക് അറിയാം. നമ്മൾ അറിയാതെ പോകുന്ന പല ഇമോഷൻസും റൊമാൻസും നമുക്കിതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെഡ്റൂമിലായാലും നമുക്കറിയാം, വേറെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ നമ്മൾ കരിമ്പനം കുത്തിയ ബെഡ്ഷീറ്റുകളും അതുപോലെ തന്നെ പില്ലോ കവറുകളൊക്കെ ഉണ്ടാകും. നമ്മൾ പ്രത്യേകിച്ച് കേരളീയർ മലയാളികൾ എന്ന് പറയുന്നത് എണ്ണ തേച്ച് കുളിക്കുന്ന ആളുകളാണ്. ഈ എണ്ണയെല്ലാം ബെഡ്ഷീറ്റിലും അതുപോലെ തന്നെ നമ്മുടെ പില്ലോയിലും ഒക്കെ കൂടിയിട്ട് അതിനൊരു സ്മെല്ല് വരുമ്പോൾ തന്നെ ആ ദിവസം രാത്രി നമുക്ക് നഷ്ടപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ നഖങ്ങൾക്കിടയിൽ നമ്മുടെ മുടിയുടെ സ്മെല്ല്, അതുപോലെ തന്നെ നമ്മുടെ വായുടെ സ്മെല്ല്, നമ്മുടെ പല്ലിനകത്തുണ്ടാകുന്ന എന്താ പറയുക ഈ ഡെപ്പോസിറ്റ്സ്, ഇതൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി ഹൈജീനാക്കി വെച്ചുകൊള്ളുക. ഇല്ലെങ്കിൽ ഇത് പറയാതിരിക്കാൻ വയ്യ, കാരണം ഇത് പറയണം, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നിങ്ങളുടെ ജീവിതം സന്തോഷമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അറിയാതെ പോകുന്ന നിങ്ങളുടെ ഇമോഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ റൊമാൻസും ഒക്കെ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി നല്ല ഫ്രാഗ്രൻസ് ഉള്ള, കളറുള്ള, നല്ല നിറമുള്ള, മണമുള്ള ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് ആക്കിയിട്ട് നിങ്ങളുടെ വീട്ടിനകത്തുള്ള കർട്ടൻ വരെ, നിങ്ങൾ പുതിയത് വാങ്ങാനൊന്നും ചിലപ്പോൾ ശക്തിയും കഴിവുണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ എങ്കിലും ആ കർട്ടനൊന്ന് തലക്കി തേച്ച് വൃത്തിയായിട്ടൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കിടന്നുറങ്ങി നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും ഒക്കെ വേറെ ലെവലായിരിക്കും കേട്ടോ. എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു. നമസ്കാരം.